എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഔതുക്കുട്ടി ചായം. പറയുന്നുണ്ട്, മോളെ അവനോട് കുടിക്കണ്ട എന്ന് പറഞ്ഞ് കയ്യെ പിടിക്കാൻ പറ്റുമോ? എനിക്ക് പ്രായമായി, അതുകൊണ്ട് ഞാൻ കുടി കുറച്ചു. അവൻ കുടി കുറയ്ക്കാത്തതിന് ഇപ്പം എന്നാ ചെയ്യാനാ എന്ന് ചോദിക്കുമ്പം അപ്പച്ചൻ കുടിച്ചു, വലിയപ്പച്ചൻ കുടി കുറച്ചാൽ മാത്രം പോരാ, അപ്പച്ചനെ മോനും കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം നോക്കാം, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അലീന പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു, കുറേ വെള്ളപ്പട്ടികളുടെ കൂടെ ഒരു കറുത്ത പട്ടി, അതാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നതേക്കും ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് ഔതുക്കുട്ടിച്ചായൻ. എന്നിട്ട് എന്നാത്തിനാ ചിരിക്കുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ, അല്ല നിൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്, ഇങ്ങനെ തന്നെയായിരുന്നു ചിന്നമ്മേ, എന്തെങ്കിലും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഇതുപോലെ എന്തെങ്കിലും പറയും, അതുപോലെ തന്നെയാണ് നീയും എന്ന് പറയുമ്പോൾ, ഓ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പിണങ്ങി പോയിരിക്കുവാണ് കട്ടിലേൽ. അന്നേരം ഔതുക്കുട്ടിച്ചായൻ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ ഇന്ന് ഒരു പെഗ്ഗേ കഴിച്ചോളൂ, വേറെ അവൻ കഴിക്കാൻ പറഞ്ഞതാണ്, എന്നിട്ട് ഞാൻ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ, അതെന്നെ കഴിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, കഴിക്കായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കാണ്ടിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അലീന, ഓ അപ്പോൾ വല്യപ്പച്ചനെ എന്നോട് സ്നേഹമുള്ളൂ, സ്റ്റാൻലിക്ക് എന്നോട് സ്നേഹമില്ല അല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം അത് അങ്ങനെ എടുത്തോ, അങ്ങനെയൊന്നും അല്ല, അവന് മോളോട് സ്നേഹമൊക്കെ ഉണ്ട്, നമുക്ക് അവൻ്റെ കുടിയൊക്കെ കുറയ്ക്കാന്നേ, മോളിപ്പോൾ പിണങ്ങാതെ നമുക്കതിനുള്ള മാർഗ്ഗമൊക്കെ കണ്ടെത്താം, വിഷമിക്കാതെ കിടന്നേ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ കിടക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറയും. അന്നേരം അങ്ങനെ പിണങ്ങിയിരിക്കല്ലേ, മോള് കയറി കിടന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഔതുക്കുട്ടിച്ചായൻ അലീനെ കട്ടിലേക്ക് കയറ്റി കിടത്തും. അത് കഴിഞ്ഞ് പുതപ്പൊക്കെ പുതപ്പിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പച്ചനങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇത്തിരി വിഷമത്തോടെ ഇങ്ങനെ നോക്കി കിടക്കുവാണ് അലീന. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിതമായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ബബിതേനെ റൂമിലേക്ക് വിളിക്കും. അന്നേരം ബബിത ചോദിക്കും, എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലേ, അവിടെ മുഹതാബി വന്നാലേ കാര്യം പറയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് കയറി വാടി എന്ന് പറയും. അത് കഴിഞ്ഞ് രോഹിത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ബബിത റൂമിൽ കയറി വരും കേട്ടോ. വന്നു കഴിയുമ്പോൾ, എന്നാത്തിനാണ് വിളിച്ചത്, അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ലേ, ഇനിയിപ്പോൾ എന്നും ഞാൻ ഇങ്ങനെ തന്നെ കയറി വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബബിതയെ പിടിച്ച് റൂമിലേക്ക് ആക്കിയിട്ട് വാതിലടയ്ക്കും. എന്നിട്ട്, നീ എന്ത് പണിയാണ് ഇന്ന് കാണിച്ചത്, നിന്നോട് അച്ഛൻ കാറിൽ വെച്ച് പറഞ്ഞതല്ലേ, നമ്മളുടെ ഇടയിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും, അത് കേട്ട ഭാവം നടിക്കണ്ട, പ്രശ്നമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയും, പിന്നല്ലാണ്ട് അമ്മ വായി തോന്നുന്നെല്ലാം വിളിച്ചു പറയുമ്പം അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റിയല്ല എന്ന് പറയുവാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ അമ്മയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം, നീ അത്രയും പറഞ്ഞ് അച്ഛനെ കയറ്റിയതുകൊണ്ട് അച്ഛൻ വായി തോന്നിയതും വിളിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് അമ്മയ്ക്കും ആകെ വിഷമമായി, ഇതിപ്പം നമ്മളും അമ്മയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുപോലെ ആയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഭവതിക്കും ഇത്തിരി വിഷമമൊക്കുവാനുണ്ട്. വേണ്ടായിരുന്നുല്ലേ, ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നുല്ലേ എന്ന് ചോദിക്കുമ്പം, വേണ്ടായിരുന്നു, വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, ക്ഷമിക്കണം, നന്നായിട്ട് ക്ഷമിക്കണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അച്ഛനും നല്ല വിഷമമായിട്ടുണ്ട്, അമ്മയും വിഷമിച്ചാണ് നിൽക്കുന്നത് കണ്ടത് എന്നൊക്കെ പറയുമ്പം ബബിത പറയും, ശരിയാ, അമ്മ കുറേ നേരം ആലോചിച്ച് നിന്ന് വിഷമിക്കുന്ന കണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ അച്ഛനോട് പോയി ഒരു സോറി പറയട്ടെ എന്ന് വയ്ക്കും. എന്നാൽ രോഹിത് പറയും, ഇത് ഇനിയിപ്പം സോറി പറയാനൊന്നും പോകണ്ട, അച്ഛൻ ഉറങ്ങിക്കാണും, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന ബബിത തിരിച്ച് നിന്നിട്ട്, അതേ രോഹിയേട്ടാ എന്ന് വയ്ക്കുക, ഇങ്ങനെ വിളിക്കുക. അന്നേരം എന്നെ അടി എന്ന് വയ്ക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ, എന്നതാണേലും നീ പറ, എന്നാ കാര്യം എന്ന് വയ്ക്കും. അന്നേരം ബബിത പറയുവാണ്, അതെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വേറെ റൂമിൽ വന്ന് കിടക്കുന്നത്, അതുകൊണ്ടല്ലേ അമ്മ പ്രശ്നങ്ങളുണ്ടാക്കുന്നേ, അതെന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം രോഹി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയത്തില്ല, അച്ഛന് മാറിക്കിടക്കുന്നതിന് എന്തെങ്കിലും റീസൺ കാണും, നീ കണ്ടിട്ടുള്ളതല്ലേ, അമ്മ എന്തെങ്കിലും അച്ഛന് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടോ, പിന്നെ അലീന ചേച്ചിയുടെ കാര്യത്തിൽ അമ്മ ഒരുപാട് അച്ഛനെ ഹരാസ് ചെയ്തു, അതൊന്നും അച്ഛന് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും അച്ഛൻ മാറിക്കിടക്കുന്നത് എന്ന് പറയുമ്പം, എന്നതാണേലും അത് ശരിയല്ലല്ലോ എന്ന് ബബിത പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നു, അത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അമ്മ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട, ഇനിയിപ്പം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുവാണ്. എന്നിട്ടും ആകെ വിഷമിച്ച് ബബിത റൂമിൽ നിന്ന് പോരുവേ. രോഹിത് വാതിലടച്ച് കിടക്കുകയും ചെയ്യും. ബബിത റൂമിൽ നിന്ന് ഇറങ്ങി പോരുമ്പം സ്റ്റെയറിലൊന്നും വെട്ടമില്ല കേട്ടോ, പയ്യെ ഇങ്ങനെ ഇറങ്ങി വരുക, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പയ്യെ ഇറങ്ങി വന്നെ. ലാസ്റ്റ് താഴെ ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും
പെട്ടെന്ന് ഹാളിൽ ലൈറ്റ് ഇടും. നോക്കുമ്പം വൈജയന്തിയാണ്. എന്നിട്ട് എന്നെ പണി അമ്മി കാണിച്ച് പേടിച്ചു പോയല്ലോ എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, മനസ്സിൽ ഇരുട്ടുള്ളവർക്കാണ് പുറമെ പെട്ടെന്ന് വെട്ടം വരുമ്പം പേടിയാകുന്നത് എന്ന്. അന്നേരം ഓഹോ ഈ സിദ്ധാന്തമൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ബബിത. അത് കഴിഞ്ഞ് വൈജയന്തി ചോദിക്കും, ഈ കിടന്നുറങ്ങേണ്ട സമയത്ത് നീ എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരം ഞാൻ രോഹിയേട്ടൻ്റെ റൂമിലായിരുന്നു എന്ന് പറയുമ്പം അവൻ്റെ റൂമിൽ നിനക്ക് എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുക. അന്നേരം അതെ ഞാൻ കുറച്ച് ഉണക്കമീൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പം അതെ നിൻ്റെ അധിക പ്രസംഗമൊന്നും എന്നോട് വേണ്ട, നീ അവൻ്റെ റൂമിൽ പോയി എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞാൻ രോഹിയേട്ടൻ്റെ റൂമിൽ പോയി എന്ന് കരുതി അമ്മയ്ക്ക് എന്താ കുഴപ്പം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അത് സംസാരിച്ചു, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെ അത് സംസാരിക്കുന്നതിന് ചില സമയവും കാലമൊക്കെ ഉണ്ട്. നീ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചാണ്, കെട്ടാറായിരിക്കുന്നവൻ്റെ റൂമിലേക്ക് പോയി രാത്രിയിലല്ല സംസാരിക്കേണ്ടത്, അവൻ രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോകത്തൊന്നുമില്ലല്ലോ, നിനക്കത് പകൽ സംസാരിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പം അമ്മ എന്നതാ ഈ പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളയുടെ റൂമിൽ പോയി സംസാരിച്ചു എന്ന് കരുതി ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ് എന്ന് വീണ്ടും ബബിത ദേഷ്യത്തോട് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന്. അന്നേരം ദേഷ്യത്തോടെ ബബിത പറയുന്നുണ്ട്, അതെ ഞങ്ങൾ തമ്മിലുള്ള അകലം കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയായിരുന്നു അമ്മ അന്ന് വീട് വിട്ടു പോയത്. അങ്ങ് കൊല്ലപ്പള്ളി ചെന്നിരുന്ന രാത്രികളിൽ അവിടുന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നുണ്ടായിരുന്നോ ഞങ്ങൾ തമ്മിലുള്ള അകലം. ഇനി കൊല്ലപ്പള്ളിയിലെ ആങ്ങളമാരോട് അമ്മ എത്ര അകലം പാലിക്കാറുണ്ടായിരുന്നു എന്ന് കറക്റ്റ് ഇങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് മീറ്റർ ഞാൻ ഇവിടെ പാലിച്ചോളാം എന്ന് ബബിത പറയുമ്പം ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുവാണ്, കന്നന്തിരിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിൻ്റെ കാരണം ഞാൻ പൊട്ടിക്കുമെന്ന്. അന്നേരം അതെ ഇത് എന്നോടല്ല പറയേണ്ട, അതിനു മുമ്പ് അമ്മയുടെ മനസ്സിലെ ആ ദൂഷിപ്പങ്കെടുത്ത് കള, ചുറ്റും നിൽക്കുന്നവർക്കും നാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ വൈജയന്തി. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ബബിത പറയുക, ഏതോ ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് പണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് നീ എന്നതാടി പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ട് പിന്നെയും ചോദിക്കുമ്പം പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറി പോകും ബബിത. ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് വൈജയന്തി. ബബിതയുടെ അടുത്ത് മാത്രം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ബബിത പറഞ്ഞത് നന്നായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റൂമിൽ വന്നതിന് ശേഷം ബബിതയ്ക്കും ആകെ സങ്കടമാണ്. അലീനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ ഉണ്ട്, ഫോൺ എടുത്ത് വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരുന്നിട്ട് ഫോൺ പിന്നെയും താഴെ വയ്ക്കും. അന്നേരം കറക്റ്റ് അലീനെ ഇങ്ങോട്ട് വിളിക്കും. അന്നേരം ഫോൺ എടുത്തിട്ട് ഇതെന്ത് അത്ഭുതമാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്ന് കരുതി ഫോൺ കയ്യിലെടുത്തുള്ളൂ. അപ്പോഴത്തേക്കും അലീന ചേച്ചി ഇങ്ങോട്ട് വിളിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അല്ലാതെ ഇതിൻ്റെ അകത്ത് മാജിക്കൊന്നും ഇല്ല എന്ന്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അലീന പറയുന്നുണ്ട്, അലീനയ്ക്ക് അവിടെ വലിയ പണിയൊന്നുമില്ല. പിന്നെ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പണിയുണ്ട്, ഇച്ചിരി നല്ല പണി എടുത്താലേ ഇവിടുത്തെ ചില കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ചില സമയങ്ങളിൽ ഒരു പണിയും കാണിയില്ല, അത് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമ്പം ബബിത കളയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കുറേ ഉണ്ടങ്കല്ല് എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് മേശയ്ക്ക് താഴെയും മേളിലും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ മതി, കുഞ്ഞു നിവർന്ന് നല്ല എക്സസൈസും ആവും, പണിയും കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ തമാശയൊക്കെ പറയും. അത് കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അലീന. അന്നേരം ബബിത പറയുന്നുണ്ട്, ആകെ വിഷമമാണ് ചേച്ചി, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയല്ല, ഇന്ന് ഞാൻ കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടായി എന്ന് പറയുവാണ്. അന്നേരം എന്താ മോളെ സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഇവർ ഫുഡ് കഴിക്കാൻ പോയതും അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വൈജയന്തി ഉണ്ടാക്കിയ അലമ്പും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ രോഹിയേട്ടൻ എന്നെ റൂമിൽ വിളിച്ച് വഴക്ക് പറഞ്ഞു, അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പം വൈജയന്തി ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറയും. എന്നിട്ട് ബബിത തന്നെ പറയുന്നുണ്ട്, ഈ സംസാരിച്ച ആ കാര്യങ്ങൾ രോഹിയേട്ടൻ നല്ല കാലത്തിന് കേട്ടില്ല, അത് കേട്ടായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ട്രോമയിൽ നിന്നും രോഹിയേട്ടൻ തിരിച്ചു കയറി വരുന്നേ ഉള്ളൂ, ഇപ്പോഴും അമ്മ ആ കണ്ണോടുകൂടിയാണ് രോഹിയേട്ടനെ കാണുന്നത് എന്ന് രോഹിയേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിയേട്ടന് എന്തോരം വിഷമമാകും, അതൊന്നും അമ്മയ്ക്ക് അറിയണ്ട. അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്നവരെ മൊത്തം ഹേർട്ട് ചെയ്യാം, അവരോട് മോശമായ രീതിയിൽ സംസാരിക്കാം, അതിൻ്റെ പേരിൽ അവർ വിഷമിച്ചാലും അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അമ്മ ആരും ഒന്നും പറയരുത്, അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും, അതാണ് അമ്മയുടെ രീതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ സങ്കടത്തോടെ ബബിത ഓരോ കാര്യങ്ങളങ്ങ് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതൊന്നും മോള് കാര്യമാക്കണ്ട, അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അമ്മ ശ്രമിക്കുന്നത്, അധികാരം പിടിച്ചെടുക്കാൻ അമ്മയുടെ
അമ്മയുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പൊളിക്കാൻ വേണ്ടി അമ്മ ഇനിയും ശ്രമിക്കും. ഇന്ന് തന്നെ മനസ്സിൽ ഒരു തീപ്പൊരി ഇട്ട് തന്നില്ലേ, അതുപോലെ ഇനിയും അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കോണം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അമ്മയെ മാറ്റി നിർത്തുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ അമ്മയെ സ്നേഹിച്ച് കൂടെ നിർത്തണം എന്നൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട്, അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ അടുത്ത് ഒരു കാര്യവും നമുക്ക് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് പോലും ചെല്ലാൻ പറ്റത്തില്ല, ആ അവസ്ഥയാണ് എന്നൊക്കെ പറയും. അന്നേരവും അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ സംസാരിക്കുമ്പം ബബിത കുറേ നേരം മിണ്ടാതിരിക്കുക. അന്നേരം എന്നെ മോളെ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മിണ്ടാൻ തോന്നുന്നില്ല, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് വരെ തോന്നുവാണ് എന്ന് പറയുമ്പം നീ എന്തിനാടി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നെ വിളിച്ചാൽ മതി. ഇനി കാണണമെന്ന് തോന്നിയാൽ തന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓടിയെത്തിയല്ലേ, വീട്ടിലേക്കല്ല കേട്ടോ, കോളേജിലോ ടൗണിലോ എവിടെയെങ്കിലും ഞാൻ വന്നോളാം, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. അന്നേരം ഇതിനിടയ്ക്ക് ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചി നിൽക്കുന്ന വീടിൻ്റെ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ചു തരാമോ, ചേച്ചിയെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന്. അന്നേരം അലീന പറയും, അതൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ, നീ അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതെന്താ അച്ഛനോട് ചോദിച്ചാലേ തരുവുള്ളൂ, ചേച്ചി തരികയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും കുറേ ആശ്വസിപ്പിച്ചിട്ട് നീ വിഷമിക്കുമൊന്നും വേണ്ട, കയറി കിടക്കുക എന്ന് പറയും. അന്നേരം എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ പിന്നെ കിടന്നോളാം എന്ന് പറയും. അന്നേരം അങ്ങനെയല്ല, നീ കയറി കിടന്നി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ്. അന്നേരം ബബിത കയറി കിടന്നിട്ട് ഞാൻ കിടന്നു എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് എന്ന് ഓർത്തങ്ങ് കിടന്നു, ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, ഫോൺ ഇപ്പോൾ കട്ട് ചെയ്യരുത് കേട്ടോ എന്ന്. അന്നേരം ഇല്ല, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിങ്ങനെ ഫോണിൻ്റെ ഇങ്ങനെ പുറത്ത് അലീന ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കിടന്ന് ബബിത അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് ഇത്തിരി വിഷമത്തോട്ടിരിക്കുന്ന അലീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രാവിലെ ബാങ്കിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നതാണ് വൈജയന്തി. എന്നിട്ട് ബാലേന്ദ്രനോട് പറയും, ഞാനിന്ന് ബാങ്കിൽ പോകുവാണ്, നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങോട്ടെങ്കിലും പോകും, എപ്പോഴെങ്കിലും വാ, ഞാൻ ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയാൽ പിന്നെ നിനക്ക് എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറേ വഴക്കുണ്ടാകുമേ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ വണ്ടി കയറി പോകാൻ തുടങ്ങുമ്പം കൃഷ്ണമോൾ ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഓക്കെ ആണോ എന്ന്. അന്നേരം അച്ഛൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കും. കൃഷ്ണമോൾ ആകെ വിഷമത്തിലാട്ടോ. എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുമ്പം വിഷമത്തോടെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീനയും അവതുകുട്ടിച്ചായനോട് പറമ്പിക്കൂടെയൊക്കെ നടക്കുവാണ്. അന്നേരം അലീന ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്, കുഞ്ഞിലെ ബ്രിജിത്താമ്മ മടിയിലെടുത്ത് വെച്ച് ആശ്വസിപ്പിച്ചിട്ട് പറയും, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളെയാണ് അനാഥാലയത്തിലാക്കുന്നത്, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഈശോയാണ് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടത്തോടെ പറയുമ്പം അത് കുട്ടിച്ചായം സങ്കടമാവുകയെ. ഇവർ ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പറമ്പിക്കടെയൊക്കെ നടക്കുന്ന കണ്ടിട്ട് ആൻ്റപ്പം പറയുവാണ്, ആ പെണ്ണിൻ്റെ കയ്യിൽ എന്തോ മന്ത്രമുണ്ട്, അല്ലെങ്കിൽ കുട്ടിച്ചായൻ ഇതുപോലെ മാറിപ്പോകുകയില്ലായിരുന്നു എന്നൊക്കെ അവന്മാർ പറയുന്നുണ്ട്. അവരുടെ അർമാദിക്കലും കാര്യങ്ങളൊന്നും ഇനി അവിടെ നടക്കുകയല്ലോ, അതിൻ്റെ ഒരു വിഷമം അവർക്ക് നന്നായിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അകത്തോട്ട് വരുന്ന അവതുകുട്ടിച്ചായം കാണുന്നത് സ്റ്റാൻലി പിന്നെ ഇരുന്ന് മദ്യപിക്കുന്നതാണ്. അന്നേരം അവതുകുട്ടിച്ചായം പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ കൊച്ചിൻ്റെ കാര്യം, അതിനെ എല്ലാവരും കൂടെ ഇവിടുന്ന് അടിച്ചിറക്കും. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് നിൻ്റെ ഭാര്യ വീട്ടുകാരായിരിക്കും. അവർ ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് അടിച്ചിറക്കും, എന്നെ ഇവിടുന്ന് ഓടിക്കും. പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒന്ന് ബോധം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ആകെ വിഷമത്തോടെ കിടക്കുന്ന, പെട്ടെന്ന് സോഫയിലേക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സ്റ്റാൻലിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.